കമൽ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുമഴക്കാലം. ടി.എ. റസാഖ് രചന നിർവഹിച്ച ചിത്രത്തിൽ മീര ജാസ്മിൻ, കാവ്യ മാധവൻ, മാമുക്കോയ തുടങ്ങിയ മികച്ച താരനിര തന്നെ ഉണ്ടായിരുന്നു. ചിത്രത്തിൽ മീര ജാസ്മിൻ എത്തിയത് റസിയ എന്ന കഥാപാത്രമായാണ്. റസിയയുടെ ഉപ്പയായി എത്തിയത് മാമുക്കോയ ആയിരുന്നു. സിനിമയിലേക്ക് മാമുക്കോയെ കൊണ്ടുവന്നതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ കമൽ. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം റസിയയുടെ ഉപ്പയുടേതായിരുന്നു. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നതിനായി ഞാനും റസാഖും കോഴിക്കോട്ട് മഹാറാണി ഹോട്ടലിലാണ് ഇരുന്നത്. ആ കഥാപാത്രത്തിലേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന പേര് വേണുച്ചേട്ടൻ്റെ ആയിരുന്നു. വേണുച്ചേട്ടനായിരുന്നു സാധാരണ അച്ഛൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. കോഴിക്കോട്ട് നടക്കുന്ന കഥയിൽ കോഴിക്കോടൻ ഭാഷ സംസാരിക്കുന്ന ആളുണ്ടെങ്കിൽ കൂടുതൽ നന്നാകില്ലേ? നമുക്കെന്തുകൊണ്ട് മാമുക്കോയയെ ആലോചിച്ചുകൂടെ എന്ന് ചിന്തിച്ചു. വേണുചേട്ടനോട് സിനിമയെപ്പറ്റി സംസാരിച്ചിരുന്നില്ല. മാമുക്കോയ നല്ല സജഷനുമാണ്. എന്നാൽ അദ്ദേഹം ഇത്ര സീരിയസ് റോള് ചെയ്യുമെന്ന് റസാഖിന് സംശയമുണ്ടായിരുന്നു. മാമുക്കോയ അങ്ങനെയൊരു റോൾ ചെയ്യും, അദ്ദേഹം നല്ല നടനല്ലേ, കോമഡി മാത്രമല്ല സീരിയസ് ആയ വേഷവും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. മാമുക്കോയയെ വിളിച്ച് ഞങ്ങൾ കോഴിക്കോടുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ രാത്രിയിൽ അദ്ദേഹം ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. മാമുക്കോയയോട് കഥ പറഞ്ഞു. റസാഖ് പറഞ്ഞ കഥ കേട്ടതും അല്ല, ഞാൻ ഇതിലേത് റോളാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് കഥയൊന്നും പറയണ്ട, കമലിൻ്റെയും റസാഖിൻ്റെയും പടത്തിൽ ഞാൻ കഥ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ വരുന്നു, അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതുപോരാ, ഈ കഥ മുഴുവൻ നിങ്ങൾ കേൾക്കണം. കഥ കേട്ടിട്ട് ആ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറയണമെന്ന് ഞാൻ മറുപടി പറയുകയായിരുന്നു. കഥ കേട്ടിട്ട് ഏത് കഥാപാത്രത്തെയാണ് ചോദിച്ചപ്പോൾ റസിയയുടെ ഉപ്പയാണെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടതും അദ്ദേഹം ആദ്യം അള്ള എന്നാണ് പറഞ്ഞത്. കമൽ എന്നെ കളിയാക്കിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്താൽ ആളുകൾ അത് സീരിയസ് ആയി എടുക്കുമോ, തമാശയായി എടുക്കില്ലേ എന്നും ചോദിച്ചു. ഞാൻ മറുപടിയായി പറഞ്ഞത്, ജീവിതത്തിൽ നിന്നും ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ അയാൾ തമാശ വേണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അനുസരിച്ചല്ലേ എന്നായിരുന്നു. കമലിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആ കഥാപാത്രമാകാൻ തയ്യാറായാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത്. മാമുക്കോയ ദിവസവും ഞങ്ങളെ വിളിച്ച് അതിൽ മാറ്റമൊന്നുമില്ലേ എന്ന് വിളിച്ചു ചോദിക്കും. എന്തെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയും.